ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ വാളമീന് കറിയും കൂടെ വെക്കുവാണ്. അപ്പം നമ്മൾ വേണ്ട സാധാരണ അടുപ്പിൽ വേണ്ട വിറക് വെച്ച് കത്തിക്കുന്ന അടുപ്പിൽ നമ്മൾ വാളക്കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മൾ സവോള 2 ചെറിയ കഷ്ണം എടുത്ത് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 എണ്ണം, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സവോള ഒന്ന് വഴന്നു വരണം. അപ്പോൾ ഉപ്പും കൂടെ ഇടണേ. പിന്നെ കുറച്ച് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാവേ. അപ്പൊ വേണ്ട നമ്മളൊരു 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ. ഇനി നമ്മൾ ഈ മുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. അപ്പം മുളക് മൂത്തിട്ടുണ്ട്, നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലതുപോലെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരണേ. അപ്പോൾ നമ്മൾ ഒരു കാര്യം വിട്ടുപോയേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുടംപുളി ഇടണേ. അപ്പോൾ ഒരു കുടംപുളി ഒരു 6 ചോള ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് പുളിക്ക് ആവശ്യത്തിന് എന്തായാലും വേണം, അതിനനുസരിച്ച് ഇടുക. ഇനി നമ്മൾ വാള മീൻകറി വെക്കാൻ വേണ്ടി വാള ഇവിടെ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. കറിക്കുള്ളത് ഉണ്ടോ, പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ കരണ്ട് പോയേ. അപ്പം കരണ്ട് പോയത് കൊണ്ട് വെട്ടത്തിൻ്റെ കുറവുണ്ടായിരിക്കും. ഇച്ചിരി മുമ്പേ കരണ്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മീൻകറിയുടെ ചാറ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ വിറകടുപ്പൊക്കെ കാണാത്തവർ കണ്ടോട്ടോ. ഇന്നത്തെ കുക്കിങ് നമ്മൾ വിറകടുപ്പിലാണ്. കുറേ വിറക് മോളി വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടി, തണുപ്പ് അടിക്കാൻ. ഇതപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ നല്ല ഇട്ട് കൊടുക്കുവാണേ. അപ്പം ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കണേ. അപ്പോൾ വേണ്ട നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വെട്ടക്കുറവുണ്ട്, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വാളമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല പാകത്തിന് ചാറുമായിട്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലൊക്കെ ഇതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് അടിയിൽ അറിയിക്കുക. ബൈ.